നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഒരു 180% കാര്യങ്ങളും നമ്മൾ മറ്റൊരാളെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ്. ഇനി അങ്ങനെ അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ ഈ പറയുന്നത്. ഇനി അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. ഞാനൊക്കെ അങ്ങനെ പെട്ട ഒരാളാണ്. എന്ത് കാര്യം മറ്റൊരാളുടെ കയ്യിൽ കാണുമ്പോഴാണ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നു, അല്ലെങ്കിൽ നമുക്കൊന്ന് മേടിക്കാമെന്നു, അല്ലെങ്കിൽ നമുക്കൊന്ന് കഴിച്ചു നോക്കാമെന്നു ആ ഒരു ചിന്ത വരുന്നത് അല്ലേ. ഏറ്റവും അധികം നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന്. അതിലും നല്ലത് നമുക്കതിനേക്കാളും ബെറ്ററായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കാല്ലേ നല്ലത്. അങ്ങനെ വിചാരിച്ച് നോക്കുമ്പോൾ ലൈഫ് ഒന്നും കൂടി ബെറ്റർ ആവുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷെ നമ്മളെ കൊണ്ട് അത് പറ്റില്ലല്ലോ. കാരണം നമ്മൾ ഇത്രയും വർഷം അത് ശീലിച്ചു വന്നിട്ട് ഇനി പെട്ടെന്ന് സുപ്രഭാതത്തിൽ നമ്മളെ ശീലങ്ങൾ മാറ്റി പറയുന്ന ഒട്ടും പോസിബിൾ കാര്യമില്ല. എനിവേ എൻ്റെ വിഷയത്തിൽ നിന്ന് ഞാൻ തെന്നിമാരെ തോന്നുന്നു. അപ്പോൾ ഈ ഉണ്ടാക്കുന്ന റൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു 5ാം ക്ലാസ്സുകാരുടെ മനസ്സിൽ ഒരു 8-9 വർഷങ്ങൾക്ക് മുന്നേ തോന്നിയ ഒരു ആഗ്രഹമാണ് കേട്ടോ. അതിനൊരു സഫലീകരണം അല്ലെങ്കിൽ ഒരു മോക്ഷം എന്തുവാണെങ്കിൽ വിളിക്കാം. അന്ന് ഞങ്ങളുടെ സ്കൂളിൽ വർക്ക് എക്സ്പീരിയൻസ് വേണ്ട ഒരു പീരീഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ അതിൻ്റെ മേളയൊക്കെ ഉണ്ടാകും. ആ സമയത്ത് കുട്ടികൾ ക്ലേ മോഡലിംഗ് ചെയ്തിരുന്നു. അന്ന് ഒരു കുട്ടി ചെയ്ത വർക്കാണ് കേട്ടോ. ഒരു കൂട്ടം ആൾക്കാർ അവിടെ ഒന്ന് നോക്കുമ്പോൾ ഞാനൊന്നും അവിടെ പോയി എത്തി നോക്കിയപ്പോൾ കണ്ട കാഴ്ചയുണ്ടോ. അതെന്തായാലും എൻ്റെ മനസ്സിൽ എത്രയും ആഴത്തിലിരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാനത് ആലോചിച്ച് കണ്ടുപിടിച്ചതും അല്ലെങ്കിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നതും ഞാനിപ്പോൾ ചെയ്യേണ്ടായ സാഹചര്യം. കാരണം അന്ന് ആ കുട്ടിയെ ചെയ്തു വെച്ചത് ഞാൻ ചെയ്തതുമായി യാതൊരുവിധ ബന്ധവുമില്ല. പക്ഷേ ഒരു തീം അതാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ കുട്ടി ശരിക്കും ഒരു കുട്ടി കട്ടിൽ കിടന്നുറങ്ങുന്നു, അതിന് മുകളിൽ ഒരു പുതപ്പ് വിരിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഒരു ഒറിജിനാലിറ്റി ഉള്ള ആർട്ടായിരുന്നു ആ കുട്ടി അന്ന് ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷേ ഒരിക്കലും ഇത് അതിൻ്റെ അവിടേക്ക് എത്തില്ലെങ്കിലും എൻ്റെ മനസ്സിൽ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ അന്ന് അതിനുള്ള ഒരു സാമ്പത്തികമായ മറ്റൊന്നും ഒരു കഴിവില്ലാത്തതുകൊണ്ട് അന്ന് പിന്നെ അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ കുഴിച്ചുമൂടിയിട്ട് ശീലമുള്ളതുകൊണ്ടും ഇപ്പോൾ അതിനൊരു അവസരം കിട്ടിയപ്പോൾ ഒന്ന് ട്രൈ നോക്കിയത് മാത്രമേ കേട്ടോ. എൻ്റെ ഒട്ടും പെർഫെക്റ്റ് അല്ല, ഞാൻ വീണ്ടും പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ഒരു വർക്കായിരുന്നു ആ കുട്ടി ചെയ്ത് നോക്കിയത്. അപ്പോൾ ഞാനൊരു ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയെന്നു. അപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിലെ കോൺഫിഡൻസ് കാരണം കൊണ്ട് ഞാനിതിന് ഏതായാലും ഒരു കട്ടിലൊക്കെ ആയില്ലേ, ഇനി ഒരു പിടുത്തം അടിയിൽ തൂണൊക്കെ വെച്ചെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അടിയിൽ തൂണ് കിട്ടുമ്പോൾ പോസിബിൾ അല്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ മുകളിൽ മാത്രം 2 കൈവരി വെച്ച് കൊടുത്തു. അതിനാൽ അത് കൊളായെന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾ പറയും കൊളായിക്കണം റെഡി ആക്കണം. പിന്നെ ഞാൻ പറയണത് കേൾക്കാതെ നിങ്ങൾ കണ്ടിട്ട് ഇതെന്താ തോന്നുന്നത്, നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും ആണെന്ന് തോന്നുന്നുണ്ടോയെന്നും ഒന്ന് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇനിയും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തൊക്കാൻ വേണ്ടിയാണ്. ഈ മുളയിൽ നുള്ളിക്കളയണോ വേണ്ടോ എന്ന് ആലോചിക്കാനാണ്. പിന്നെ ഇത് കുറച്ച് നേരം ഇരുന്ന് കൊണ്ടുണ്ട് ഈ ഒരു വർക്ക് ഇങ്ങനെ ആക്കി എടുക്കാൻ. പക്ഷേ ഇതിലും വലിയ കാര്യങ്ങൾ എത്ര ആൾക്കാർ ചെയ്ത് തീർക്കുന്നുണ്ട്, അത് വേറെ കാര്യം. നമ്മുടെ കഴിവുകൾ നമ്മൾ കുറച്ച് കാണിക്കാതെ നമ്മളെ കഴിവുകൾ നമ്മൾ തന്നെ ഉയർത്തി കാണിക്കുക. നമുക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന പോലെ വേറെ ആർക്കും മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുക. അതുകൊണ്ട് നമ്മളെ കഴിവിൽ ആദ്യം നമ്മൾ വിശ്വസിക്കുക, എന്നാലേ മറ്റുള്ളവർ വിശ്വസിക്കുള്ളൂ. കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമ്മളെ നല്ലതാണെന്നും നമ്മുടെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാനും നമ്മൾ തന്നെ വേണം. അതിനൊന്നും മറ്റൊരാൾ വരുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇത് കുട്ടി ഉറങ്ങിയോ? പിന്നെ ആ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് അമർത്തിയേക്കണേ, മറന്നു പോവല്ലേ.